പെരിയ കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരം വരികയാണ്. ഇന്നിപ്പോൾ പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. CBI കോടതിയുടെ വിധിയാണ്, പ്രതികളെ വെറുതെ വിട്ടു. ഇപ്പോൾ ബിനിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബിനിൽ, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? കേസിലെ 1 മുതൽ 8 വരെ പ്രതികൾ, അതായത് ഈ കൃത്യത്തിൽ പങ്കെടുത്തവരെ കോടതി കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കേസിലെ 9, 11, 12, 13, 16, 17, 18, 23, 24 ഈ റാങ്കിലുള്ള പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിലെ 20-ാം പ്രതി KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ പ്രതികളെ സഹായിച്ച കുറ്റം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പീതാംബരനാണ് കേസിലെ 1-ാം പ്രതി. 2-ാം പ്രതി സജി C. ജോർജ്, 3-ാം പ്രതി സുരേഷ് KM, 4-ാം പ്രതി അനിൽകുമാർ K, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാജ് R, 7-ാം പ്രതി A. അശ്വിൻ, 8-ാം പ്രതി സുബീഷ്, 9-ാം പ്രതി 8-ാം പ്രതി സുബീഷ്. ഈ 8 പേർ കൊലക്കുറ്റത്തിന് ഈ 8 പേർക്കെതിരെ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഈ കേസിൽ 10 പ്രതികളുടെ വ്യക്തത വരികയാണ്. ബിനിൽ നൽകുന്ന വിവരമനുസരിച്ച് 1 മുതൽ 8 വരെ പ്രതികൾ 1 മുതൽ 8 വരെ പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവർക്കുള്ള ശിക്ഷാവിധിയാണ് ഇനി ഉണ്ടാകേണ്ടത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയ ആളുകൾ അവർ കുറ്റക്കാരാണ്. അതിനുശേഷമുള്ള 14 പ്രതികളാണെന്ന് തോന്നുന്നു. അതിനുശേഷമുള്ള പ്രതികൾ അവർ കുറ്റവിമുക്തരാവുകയാണ്. 10 പ്രതികൾ കുറ്റവിമുക്തരാണ്. നേരിട്ട് ഈ കൃത്യത്തിൽ ഇടപെട്ട അല്ലെങ്കിൽ ഈ കൃത്യം ചെയ്തതായി കോടതി കണ്ടെത്തിയ 14 പേരെയാണ് ഇപ്പോൾ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കുള്ള ശിക്ഷയാണ് ഇനി വിധിക്കാൻ. കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് CPM മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം ഏച്ചിലെടുക്കത്ത് A. പീതാംബരനായിരുന്നു ഈ കേസിലെ 1-ാം പ്രതി. അദ്ദേഹം കുറ്റക്കാരനാണ്. 2-ാം പ്രതി സജി C. ജോർജ്, 3 KM സുരേഷ്, 4 അനിൽകുമാർ, 5 ഗിജിൻ കല്യോട്ട്, 6 ശ്രീരാഗ്, 7 അശ്വിൻ, 8 സുബീഷ് വെളുത്തോളി. 8 പേരും കുറ്റക്കാരാണ് എന്ന വിവരമാണ് കോടതിയുടെ ഭാഗത്ത് എന്ന ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. 10 പേരെ വെറുതെ വിട്ടു. റിയ ബേബി കൂടി കോടതിയിൽ നിന്ന് വിവരങ്ങളുമായി ചെന്നത്. റിയ, ഇതുമായി ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള കൊലപാതകമടക്കം നേരിട്ട് നടപ്പിലാക്കിയ 1-ാം പ്രതിയെ പീതാംബരൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 2-ാം പ്രതി സജി C. ജോർജ് ഈ പീതാംബരന്റെ സഹായിയായിരുന്നു. സജിയുടെ വാഹനം ഉപയോഗിച്ചാണ് പ്രതികൾ ഈ കൊലപാതകം നടത്താനായി ഈ പാക്കത്തടക്കം എത്തുകയും പിന്നീട് പെരിയിലേക്ക് എത്തുകയും ചെയ്തത്. സജി ജോർജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 3-ാം പ്രതി സുരേഷ് KM, അതായത് കൊലപാതകം, ഗൂഢാലോചന, ആയുധം കൈവശപ്പെടുത്തിയതടക്കമുള്ള കുറ്റങ്ങൾ 12 കുറ്റങ്ങളായിരുന്നു സുരേഷിനെതിരെ നേരത്തെ CBI കണ്ടെത്തിയിരിക്കുന്നത്. നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ 3-ാം പ്രതി സുരേഷ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അബു എന്നറിയപ്പെടുന്ന അനിൽകുമാറെ 4-ാം പ്രതിയാണ്. അനിൽകുമാറും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാജ് R, 7-ാം പ്രതി അശ്വിൻ, അതായത് അശ്വിൻ വടിവാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്, വെട്ടിയതടക്കമുള്ള കാര്യങ്ങൾ CBI നേരത്തെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ 8 പ്രതികൾ, സുബീഷ് ഉൾപ്പെടെയുള്ള 8 പ്രതികൾ കുറ്റക്കാരാണ് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കേസിലെ മറ്റുള്ള പ്രതികളായ, അതായത് 9-ാം പ്രതി, 11-ാം പ്രതി, 12, 13, 16, 18, 17, 19, 23, 24 പ്രതികൾ കുറ്റവിമുക്തരാണ് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ കേസിൽ ആകെ 24 പ്രതികളാണല്ലോ ഉള്ളത്. 1 മുതൽ 8 വരെയുള്ളവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. അതിന്റെ വിശദാംശങ്ങളാണ്, അവർക്കെതിരെയുള്ള ചാർജാണ്, തെളിഞ്ഞ ചാർജുകളെ കുറിച്ചാണ് ഇപ്പോൾ റിയ വ്യക്തമാക്കിയത്. 8 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. മറ്റു 10 പേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. പക്ഷേ ആ പട്ടികയിൽ 20-ാം പ്രതി സ്ഥാനത്ത് ചേർക്കപ്പെട്ടിരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ ഉദുമ MLA KV കുഞ്ഞിരാമന്റെ പേരില്ലല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താണ്? മുൻ MLA ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കോടതിയുടെ നിലപാട് എന്താണ്? ഉദുമ MLA-ക്കെതിരെ നേരത്തെ ചുമത്തിയിരിക്കുന്നത് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതടക്കമുള്ള കുറ്റങ്ങളാണ്. അക്കാര്യത്തിൽ കോടതിയിൽ നിന്നൊരു വ്യക്തത വരാനുണ്ട്. അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്നൊരു വ്യക്തത വരും. 9-ാം പ്രതിയായിട്ടുള്ള മുരളി A, അതോടൊപ്പം തന്നെ 11-ാം പ്രതിയായിട്ടുള്ള പ്രദീപ്, കുട്ടൻ എന്നറിയപ്പെടുന്ന പ്രദീപ്, 12-ാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ B, ആലക്കോട് മണി എന്നറിയപ്പെടുന്ന ഈ വസ്ത്രങ്ങളടക്കം കത്തിച്ച തെളിവ് നശിപ്പിച്ചതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 12-ാം പ്രതി മണികണ്ഠൻ B, 13-ാം പ്രതി ബാലകൃഷ്ണൻ പെരിയ ലോക്കൽ സെക്രട്ടറിയായിരുന്ന തെളിവ് നശിപ്പിച്ചതിലടക്കം പങ്കെടുത്ത ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ 16-ാം പ്രതിയായിട്ടുള്ള മധുയെ, ശാസ്ത മധു എന്നറിയപ്പെടുന്ന മധുയെ, അതോടൊപ്പം തന്നെ 17-ാം പ്രതിയായിട്ടുള്ള
അടക്കമുള്ള ആളുകളെയാണ് കോടതി വെറുതെ വിട്ടത്. 17-ാം പ്രതി റെജി വർഗീസ്, കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത റെജി വർഗീസ്, 18-ാം പ്രതിയായിട്ടുള്ള ഹരിപ്രസാദ്, അതോടൊപ്പം തന്നെ 19, 23, 24 പ്രതികൾ. 23-ാം പ്രതി കേസിൽ വി ഗോപകുമാറാണ്, ഗോപൻ വെളുത്തോളി എന്നറിയപ്പെടുന്ന വി ഗോപകുമാറാണ്. 24-ാം പ്രതി സന്ദീപ് വെളുത്തോളിയാണ്. ഇവരെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഇതിൽ ഗോപൻ വെളുത്തോളിയും സന്ദീപ് വെളുത്തോളിയും 8-ാം പ്രതിയായ സുബീഷിനെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചെന്ന കുറ്റമാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. തെളിവ് നശിപ്പിച്ചെന്ന കുറ്റവും പ്രതികളെ സുബീഷിനെ അടക്കം വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചെന്ന കുറ്റമായിരുന്നു CBI കണ്ടെത്തിയത്. പക്ഷേ ഇവരെ ഇപ്പോൾ CBI കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. 23, 24 പ്രതികളായ ഗോപൻ വെളുത്തോളി, സന്ദീപ് വെളുത്തോളി എന്നിവരെയാണ് CBI കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വളരെ പ്രധാനം, ഒന്ന് CPM മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമാണ് 1-ാം പ്രതിയെ പീതാംബരൻ കുറ്റക്കാരനാണ്. അപ്പോൾ അവിടുത്തെ ഈ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന നേരത്തെയുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് കോടതിയുടെ ഭാഗത്തുള്ള ഉത്തരവ് വരുന്നത്. CPM മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം 20-ാം പ്രതി മുൻ ഉദുമ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് ഇനി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് 14-ാം പ്രതിയെ ചേർക്കപ്പെട്ടിരിക്കുന്ന പാർട്ടി മുൻ ഉദുമ ഏരിയ സെക്രട്ടറി ആയിരുന്ന മണികണ്ഠനാണ്, K മണികണ്ഠൻ. അദ്ദേഹം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർ, ആ 2 പേരുടെ കാര്യത്തിൽ ഈ കേസിൽ ഇനി വ്യക്തത വരാനുണ്ട്. ഇപ്പൊ കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് 24 പ്രതികളിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികളെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. അവർ കുറ്റം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്.